കറൻറ്റ് എനർജി ഓഫ് പാർട്ട്ണർ. നമ്മൾ കാർഡ് നോക്കാം. അപ്പം ഞാൻ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ കാണുന്നത് ക്യൂൻ ഓഫ് കപ്സ്. എല്ലാ അബണ്ടൻസും നിറഞ്ഞ് നിങ്ങളുടെ എനർജി ആയിരിക്കാം. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്കുണ്ട്. നിങ്ങൾക്കൊരു ഡിവൈനായിട്ടൊരു കപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയിരിക്കുകയാണ്. തൻ്റെ ഒരു കാത്തിരിപ്പാണ്. ക്യൂൻ ഒരു രാജ്ഞിയുടെ എനർജിയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ്. നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന കപ്പ, നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അതേസമയം എൻ്റെ പേഴ്സൺ ആണെന്ന് തോന്നുന്നു. ആള് കഠിനമായ അധ്വാനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ വളരെയധികം അധ്വാനത്തിലൂടെ ആ പുള്ളി കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും എത്ര സാമ്പത്തികമായ നിങ്ങളേക്ക് വരവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആളിപ്പോൾ ദുഃഖത്തിലാണ്. എപ്പോഴും ജോലി ചെയ്യുന്ന സമയത്തും പണത്തിന് വേണ്ടിയാണ് പുള്ളി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും മനസ്സിനൊരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ആൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണമെല്ലാം അടക്കി പിടിക്കുന്നുണ്ട് എങ്കിൽ പോലും എല്ലാ മേഖലയിലും പലതരത്തിലും പുള്ളി ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആൾക്ക് സന്തോഷമില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ആൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഇതിനകത്ത് തന്നെ കാണാം. എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ആൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഉള്ളിലേക്ക് വരേണ്ട ആ പീസ്, സന്തോഷം, സമാധാനം, അത് തേടി ആൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അത് കിട്ടാത്തിടത്തോളം കാലം എത്ര സമ്പാദിച്ചു, എന്തെല്ലാം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇത് ഒരു എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഒരു എനർജിയാണ് ഇന്നത്തെ കാണുന്നത്. നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, അല്ലെ ഒരു സോൾമേറ്റ്, ഏതിനായാലും നിങ്ങളൊരു ഡിവൈൻ ഫെമിനൈൻ്റെ എനർജിയിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങളിലേക്ക് നടന്നു വരും. നിങ്ങൾ സ്പിരിച്വലി ഹൈ ആയിട്ട് നിൽക്കുകയാണ് എന്നാണ് ഇന്നത്തെ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഇന്നർ വർക്കുകളും കാര്യങ്ങളും എല്ലാം സ്പിരിച്വലി നിങ്ങൾ ദൈവികമായും നിങ്ങൾക്ക് നല്ല സക്സസ്, നിങ്ങളതിലൂടെ മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് പറയുന്നത്. നമ്മളെത്ര എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ സമാധാനവും കൂടി വേണം. ഉള്ളിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ജസ്റ്റിസ് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്നാണ്. ഇവിടെ ഒരു ബാലൻസാണ് കാണുന്നത്. നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെത്ര കാത്തിരുന്നാലും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഉള്ള അനുഗ്രഹങ്ങളും ഈശ്വരനെ ചെയ്ത് നിങ്ങളൊരു പൂർണ്ണതയിലെത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ മോഹം ഇനി എപ്പോഴും നിങ്ങൾ ചിന്താകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഡിവൈനായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഉണ്ടോ? ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ്.
ഉണ്ടോ? ഈ സിമ്പിൾ തന്നെ ഉണ്ടോ? ഈശ്വരൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഇപ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് സക്സസ്സുകൾ വരും. നിങ്ങൾ പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കുക എന്നാണ് കാണുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഇവിടെ ആൾ വരുന്നുണ്ട്. പല പല പ്രശ്നങ്ങളും പല കാർമിക്കുകൾ ഡെത്ത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അവയിൽ നിന്നെല്ലാം പൊരുതി ജയിച്ച് ആൾ നിങ്ങളിലേക്ക് തന്നെ വരൂ എന്നാണ് കാണുന്നത്. ഇവിടെ ആളിനെ ഒത്തിരി ബ്ലാക്ക് മാജിക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളിലോട്ട് വരാതിരിക്കുന്നത്. അതിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അതിൻ്റെ കുറേ ശക്തികൾ കൊണ്ട് ആയിരിക്കാം നിങ്ങളിലേക്ക് ആൾ തിരികെ വരാതിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ആൾ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ആൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അവിടെ ഒരു കൺഫ്യൂഷനാണ്. വരണോ വേണ്ടായോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ നിൽപ്പുണ്ട്. കാരണം അവരുടെ ഉള്ളിലുള്ള ചില ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് ആ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്താകും എന്നുള്ള ഒരു എനർജി എന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ കൺഫ്യൂഷൻ ഇതിനകത്ത് കാണുന്നത്. മോള് ഹൈ പ്രീസ്റ്റസ് കാർഡ് വന്നതുകൊണ്ട് അതിനകത്ത് യെസ് എന്നാണ് വന്നിരിക്കുന്നത്. ആൾ വരും, പക്ഷേ ആളിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ്. പക്ഷേ ആൾ വരും, വരാതിരിക്കത്തില്ല ഒരിക്കലും.